നെക്സ്റ്റ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൊപ്പോസ്ഡ് ട്രെയിനിങ് കോഴ്സ് ഫോർ എ യാർഡ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു സൈൻ ടി, വൈ ഈക്വൽ ടു സൈൻ 2t, 0 less than or equal to t less than or equal to 2 pi, where x and y are measured in miles. Show that the rectangular equation of the course is 4x raised to 4 minus 4x square plus y square equal to 0, and the second part is describe the course. അപ്പോൾ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു സൈൻ ടി, വൈ ഈക്വൽ ടു സൈൻ 2t, വേർ ടി വേരീസ് ഫ്രം 0 to 2 pi. ഈ പാരാമെട്രിക് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കുലർ ഇക്വേഷൻ ആയ 4x സ്ക്വയർ മൈനസ് 4x raised to 4 minus 4x raised to 2 plus y square equal to 0 ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ കേർവ് എങ്ങനെയാ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ പ്രൂവ് ചെയ്യാം. റെക്ടാങ്കുലർ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x raised to 4 minus 4x square plus y square equal to 0 ആണെന്നുള്ളത് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മളുടെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു സൈൻ ടിയും വൈ ഈക്വൽ ടു സൈൻ 2t ആണ് അല്ലേ. നമുക്ക് y ഈക്വൽ ടു സൈൻ 2t എന്ന് എടുക്കാം. സൈൻ 2t എന്ന് പറയുന്നത് 2 സൈൻ ടി കോസ് ടി ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു 2 സൈൻ ടി കോസ് ടി. ഇനി സൈൻ ടി എന്ന് പറയുന്നത് എക്സ് അല്ലേ, അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 2x കോസ് ടി എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഈക്വൽ ടു കോസ് ഈക്വൽ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് കോസ് ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും? കോസ് ടി ഈക്വൽ ടു y ബൈ 2x. സൈൻ ടി എന്ന് പറയുന്നത് എക്സ് ആന്ന് പറയാം. ദെൻ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ എന്താ വരാൻ നോക്കാം. കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു കോസ് സ്ക്വയർ എന്ന് പറയുന്നത് y ബൈ 2x ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് സ്ക്വയർ. ലെഫ്റ്റ് സൈഡിലൂടെ 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു y സ്ക്വയർ ബൈ 4x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വരും, വിച്ച് ഇംപ്ലൈസ് 1 ഈക്വൽ ടു y സ്ക്വയർ പ്ലസ് 4x raised to 4 divided by 4x square, which implies 4x square equal to y square plus 4x raised to 4, which implies 4x raised to 4 minus 4x square plus y square equal to 0. അപ്പോൾ x equal to sin t, y equal to sin 2t എന്ന് പറഞ്ഞ പാരാമെട്രിക് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന റെക്ടാങ്കുലർ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x raised to 4 മൈനസ് 4x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നുള്ളത് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഈ റെക്ടാങ്കുലർ ഇക്വേഷന്റെ അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷന്റെ എങ്ങനെയാണ് നമുക്കത് സ്കെച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ റെക്ടാങ്കുലർ ഇക്വേഷൻ നോക്കാം. 4x raised to 4 മൈനസ് 4x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇതില് നമുക്ക് ജസ്റ്റ് സിമെട്രി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി നോക്കി, എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുക അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് സിമെട്രിക് ടു വൈ ആക്സിസ് ആണ്, വൈ ആക്സിസിന് സിമെട്രിക്കൽ ആണ്. ഇനി നെക്സ്റ്റ് വൈ ഈക്വൽ ടു മൈനസ് വൈ കൊടുത്തു നോക്കി, അപ്പോഴും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. സോ വി ഗെറ്റ് സിമെട്രി ടു എക്സ് ആക്സിസ്. ഇനി രണ്ടും ഒരുമിച്ച് കൊടുത്തു നോക്ക്, എക്സിന് നെഗറ്റീവും വൈക്ക് നെഗറ്റീവും കൊടുക്കുക, അപ്പോഴും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾസോ സിമെട്രിക് അബൌട്ട് ഒറിജിൻ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എന്ന് പറയുന്ന എക്സ് ആക്സിസിനോടും വൈ ആക്സിസിനോടും ഒറിജിനോടും സിമെട്രിക്കൽ ആണ്. അപ്പൊ നമുക്ക് കർവ് സ്കെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം എങ്ങനെയാ വരണേന്നുള്ളത് നോക്കിയാൽ മതി. ബാക്കി നമുക്ക് സിമെട്രി അനുസരിച്ചിട്ട് ബാക്കി നമുക്ക് സ്കെച്ച് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ
ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരയ്ക്കാന്നുള്ള കാര്യം മാത്രമാണ് ഫസ്റ്റ് ഓർക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ട്രേസ് ഔട്ട് ആയാൽ നോക്കാം. എക്സ് ഈക്വൽ ടു സൈൻ ടി, y ഈക്വൽ ടു സൈൻ 2t ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അപ്പൊ കറസ്പോണ്ടിങ് ടു ഈച്ച് t വാല്യൂസ് വി ഹാവ് ടു ഫൈൻഡ് ദ പോയിന്റ് xy. ഇപ്പൊ 0യിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ടിക്ക് 0 കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് എന്ന് പറയണതും 0 വരും, y എന്ന് പറയണതും 0 വരും. ഇനി നെക്സ്റ്റ് നമുക്ക് 30 ഡിഗ്രി π/6 കൊടുക്കാം. π/6 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാം, സൈൻ π/6 എന്ന് പറയണത് 1/2, സൈൻ π/3 എന്ന് പറയണത് √3/2 വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് π/4 കാൽക്കുലേറ്റ് ചെയ്യാം. π/4 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് √3/2, 1 വരും. നെക്സ്റ്റ് ഒരു π/3 ചെക്ക് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാല് √3/2, √3/2 ആണ് വരിക. നെക്സ്റ്റ് നമ്മൾ ഒരു π/2 ചെക്ക് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1,0 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് റൂട്ടിന്റെ ടേംസിലൊക്കെ തന്നിരിക്കുന്ന കാരണം നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷനും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ 0.5 ആണ്. √3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 0.9, 0.7 കേട്ടോ, 0.7. ഹിയർ 1, ഇവിടെ 0.8 സംതിങ് ആ വരുന്നത്. അപ്പൊ നമുക്ക് 0.9 കൊടുക്കാം കേട്ടോ. √3/2 എന്ന് പറയണേ. അപ്പൊ ഇവിടും 0.9, 0.9 ആണ്. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇവിടെ എന്തായാലും 0.9 ഒക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ജസ്റ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. റൂളർ യൂസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്തോളൂ കേട്ടോ. Here it is -1 and here it is 1. അതുപോലെ തന്നെ മുകളിലും പ്ലോട്ട് ചെയ്യാം. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് 0, 0 ആണ്. തീറ്റ ഈക്വൽ ടു 0ല് നമുക്ക് ഈ ഒറിജിനിലാണ് പോയിന്റ്. ഇനി തീറ്റ ഈക്വൽ ടു π/6, 0.5, 0.9, 0.5 ഇവിടെ, 0.9 എന്ന് പറയണത് ഇവിടെ വരും. തീറ്റ ഈക്വൽ ടു π/6ല്. ദെൻ 0.9ഉം 1ഉം. 0.9 ഇവിടെയാണ് വരിക, 1 ഏകദേശം ഇവിടെയാണ് വരിക. തീറ്റ ഈക്വൽ ടു π/4ല്. ദെൻ 0.9, 0.9 ഇവിടെ വരും. തീറ്റ ഈക്വൽ ടു π/3ല്. ദെൻ 1, 0, തീറ്റ ഈക്വൽ ടു π/2ല്. അപ്പൊ നമ്മള് കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരുന്നത്. എക്സ് ആക്സിസിനോടും വൈ ആക്സിസിനോടും ഒക്കെ സിമെട്രിക്കൽ ആണല്ലോ. സോ കർവ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം വാല്യൂസ് ഇത് അവിടെ നിന്ന് വരും. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ 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 ട്രേസ് ഔട്ട് ചെയ്യാം. നമുക്കിത് ജിയോജിബ്രയിൽ എങ്ങനെയാണ് അതിന്റെ പാത്ത് വരുന്നതെന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ ഒന്നും കൂടെ മനസ്സിലാവും. നെക്സ്റ്റ് നമുക്ക് എക്സ് ഈക്വൽ ടു സൈൻ ടി, വൈ ഈക്വൽ ടു സൈൻ 2t, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. 0, 2π വേരിയേഷനിൽ ഈ പാരാമെട്രിക് ഇക്വേഷന്റെ കർവ് എങ്ങനെയാണ് വരാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് കാണണമല്ലോ. ഇനീഷ്യൽ പോയിന്റ് നമ്മൾ t ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, 0, 0 ആണ് ഇനീഷ്യൽ പോയിന്റ് വരിക. നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് മാർക്ക് ചെയ്യാം.
എ ഈക്വൽ ടു 0, 0 ആണ് ഇനീഷ്യൽ പോയിന്റ് വരുന്നത്. ദെൻ ഇനി നമുക്ക് ഫൈനൽ പോയിന്റ് ഇപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണല്ലോ വരുന്നത്. 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഇവിടെ തന്നെയാണ് വരുന്നത് അല്ലേ, അതായത് തീറ്റ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ് വരിക. ഇനി ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ π/2 അതിൻ്റെ വാല്യൂ എവിടെയാണെന്നുള്ളത് നോക്കാം. π/2 വാല്യൂ എന്തെന്നാ വരുന്നത്? സൈൻ π/2 എന്ന് പറയണത് 1. ദെൻ സൈൻ 2 × π/2 എന്ന് പറയുമ്പോൾ സൈൻ π എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബി ഈക്വൽ ടു പോയിന്റ് വരുന്നത് 1,0 അല്ലേ. 1,0 ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അറ്റ് തീറ്റ ഈക്വൽ ടു 0-ലും π/2-ലും നമ്മൾ എയും ബിയും എന്ന് പറഞ്ഞ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ കർവ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം. ആദ്യം ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 0 ആണോ? 0ൽ നിന്ന് പോയി π/6 π/4 ഒക്കെ കടന്ന് ദെൻ π/2-ൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 1,0 ആണ്. ദെൻ ഇറ്റ് മൂവ്സ് ഓൺ ലൈക്ക് ദിസ്. പൈലെത്തുമ്പോൾ -1,0 ആവും. അത് കഴിഞ്ഞ് വീണ്ടും 2πയിലോട്ട് എത്തുമ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0യിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കർവ് ഇതുപോലെ ഒരു കർവ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് x ഈക്വൽ ടു ടി, y ഈക്വൽ ടു √t എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പാരാമെട്രിക് ഇക്വേഷൻ്റെ കർവ് എങ്ങനെയാണ് വരാമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ടിയുടെ വേരിയേഷൻ നമുക്ക് വേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് കേട്ടോ. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0-ൽ എങ്ങനെയാണ് x ഈക്വൽ ടു ടി, y ഈക്വൽ ടു √t എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്രാഫ് x ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 0 ആണെങ്കിലോ 0 ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0-ലല്ലേ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ചെക്ക് ചെയ്യാനായിട്ട് ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ പോയിന്റ് 0 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് 0 ആണ്. അത് അങ്ങോട്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുമ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0-ന് നമ്മൾ നോക്കുമ്പോൾ 0ൽ നിന്ന് പോയി മുകളിലോട്ട് ഒരു പോർഷൻ. ഇത് പരാബോള, എക്സ് ആക്സിസിനോട് സിമെട്രിക് ആയിട്ടുള്ള ഒരു പരാബോള ആണിത്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയ കാരണം പോസിറ്റീവ് സൈഡ് മാത്രമാണ് വരുന്നത്. ഇത് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലോട്ട് കർവ് ചെയ്തു. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന പരാബോളയുടെ ഒരു പോർഷനാണ് എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു √t, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ whose position p of xy at the time t is given by x equal to a sec t, y equal to b tan t, where t varies from -π/2 to π/2. ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ എങ്ങനെയാണ് ഈ പാരാമെട്രിക് ഇക്വേഷന്റെ കർവ് എങ്ങനെയാണ് വരാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് അത് തന്നെ ഇത് എന്താണ് കർവ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് x ഈക്വൽ ടു a sec t ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോ sec t ഈക്വൽ ടു എന്ത് വരും? sec t ഈക്വൽ ടു x/a വരും. ഇനി ഇവിടെ tan t ഈക്വൽ ടു എന്ത് വരും? y/b വരും. ഇനി നമ്മൾ sec² t മൈനസ് tan² t കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരാ? x² / a² മൈനസ് y² /
ബി സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് വരിക അല്ലെ. അതായത് ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു ഹൈപ്പർബോളേനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു എ സീക് ടി, വൈ ഈക്വൽ ടു ബി ടാൻ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമെട്രിക് ഇക്വേഷൻ നമ്മുടെ ഹൈപ്പർബോളേനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വരാന്നുള്ളത് ചെക്ക് ചെയ്യാം. വേർട്ടി വേരീസ് ഫ്രം നെഗറ്റീവ് പൈ ബൈ 2 ടു പൈ ബൈ 2. നെക്സ്റ്റ് നമുക്ക് എക്സ് ഈക്വൽ ടു എ സീക് ടി, വൈ ഈക്വൽ ടു എ ടാൻ ടി, വേർട്ടി വേരീസ് ഫ്രം മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എങ്ങനെയാണ് പാരാമെട്രിക് കർവ് വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം. എയും ബിയും വേരിയബിൾസ് ആണ്. സോ ഇവിടെ നമുക്കതിനെ 1 കൊടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മുടെ കർവ് ഫസ്റ്റ് ക്വാഡ്രന്റിലോട്ട് വരും. ഇത് നമുക്ക് പറഞ്ഞായിരുന്നല്ലോ ഹൈപ്പർബോളയുടെ ഒരു പോർഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് പൈ ബൈ 2 വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഇല്ല, പക്ഷെ റൈറ്റ് സൈഡിൽ പരാബോള പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് P be a fixed point on the rim of the wheel. If the wheel is allowed to roll along a straight line without slipping, then the point P traces out a curve which is called cycloid. Suppose that the wheel has radius A and rolls along the x-axis. Find the parametric equation for the cycloid. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മുടെ വീലിന്റെ ഒരു റിമ്മിൽ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാം. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈന് സ്ലിപ്പ് ചെയ്യാണ്ടൊന്നും നമ്മൾ വീലിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് വിടുകയാണ്, റോൾ ചെയ്യാനായിട്ട് വിടുകയാണ്. അപ്പോൾ എന്തായാലും ആ വീല് റോള് ചെയ്യുമ്പോൾ ഒരു പാത്ത് ട്രേസ് ചെയ്യൂലോ. ആ പാത്താണ് നമ്മുടെ സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു വീലിന്റെ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പി. ആ പി പോകുന്ന റൂട്ട് നമ്മൾ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യും. അത് ആ ഒരു പാത്തിനെയാണ് നമ്മൾ സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി ആ വീലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. അത് നമ്മളിപ്പോ കർവ് ഇപ്പൊ വരയ്ക്കുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലാണ് ഈ ഒരു വീലിനെ റോൾ ചെയ്യിക്കണേന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സൈക്ലോയിഡിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സപ്പോസ് ദിസ് ഇസ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ. ഇനി ഈ സർക്കിളിന് ഒരു പോയിന്റ് പി മാർക്ക് ചെയ്തു നോക്കി. ഇനി നമ്മളുടെ ഇതാണ് നമ്മളുടെ വീല്. ഈ വീല് റോൾ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എക്സ് ആക്സിസ് കൂടെയാണ് റോൾ ചെയ്യുന്നത്. സോ ഈ പോയിന്റ് പി എന്ന് പറയുന്നത് ഇങ്ങനെ 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 മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ. അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ഈ വീല് ഇപ്പുറത്തെത്തും. അപ്പൊ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാവും. ദെൻ നെക്സ്റ്റ് കറങ്ങി പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആയിരിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പി പോയിന്റ് ഇവിടെ ആയിരിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പി ഇവിടെ ആയിരിക്കാം. അങ്ങനെ 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 ആ പി എന്ന് പറഞ്ഞ പോയിന്റ് മൂവ് ചെയ്യുന്ന പാത്ത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാല് ആ ട്രേസ് ചെയ്യുന്ന പാത്താണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ട്രേസ് ചെയ്യുന്നത് വരുമ്പോ ഇങ്ങനെ ഈ ഫസ്റ്റ് പോയിന്റ് പി ഇവിടെ, ദെൻ ഇവിടെ, ദെൻ ഇവിടെ, അങ്ങനെ 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 ഒരു പാത്ത് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഞാൻ ഒരു വീലിന്റെ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള പൊസിഷൻ ആണ് വരച്ചിരിക്കുന്നത്. സപ്പോസ് വീല് റോൾ ചെയ്തിട്ട് ആ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ, ആ പോയിന്റ് ഇവിടെയാണ് വന്നേന്ന് നോക്കിയേ. ഇവിടെയാണ് നമ്മുടെ പി എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിന്റ്. ഇവിടെ നിന്നാണ് പി സ്റ്റാർട്ട് ചെയ്ത് വന്നത്, റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് അവിടെ എത്തി. ആ റോൾ ചെയ്യുമ്പോൾ സെൻട്രൽ ആംഗിളിൽ ഒരു ചേഞ്ച് വരുമല്ലോ. അപ്പൊ ആ ചേഞ്ച് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് എ റേഡിയസ് ഉള്ള ഒരു
സർക്കിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ. വീൽ എന്ന് പറയുന്നത് ഇവിടെ A യൂണിറ്റ്സ് വരുന്ന ഒരു സർക്കിൾ ആണ്. അപ്പോൾ ഈ പാർട്ടിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാനായിട്ടാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്സ് എന്താണ് വൈ എന്താന്നുള്ളത്, എക്സും വൈയും കോർഡിനേറ്റ്സ് ആണല്ലോ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എക്സും വൈയും എന്താന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് പോകുന്ന അതിന്റെ പാത്താണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എക്സ് വൈ അതെന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ എന്താന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടുത്തെ ഈ പോയിന്റ് എക്സ് എന്താണ് വൈ എന്താന്നുള്ളത് കിട്ടണം. അതായത് ഇവിടെ എക്സ് ആക്സിസിൽ ഇവിടെ വരെ എത്രയാണ് ഡിസ്റ്റൻസ്, വൈ ആക്സിസ് ഇവിടെ വരെ എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ നമ്മളിപ്പോ പി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പോയി ഇവിടെ എത്തിക്കാണ് അല്ലെ. അതായത് ഇവിടെ ആയിരുന്നു ഉണ്ടാവും, ചിലപ്പോൾ ഇവിടെ ആയിരുന്നു ഉണ്ടാവും നമ്മുടെ ഒറിജിനൽ പി എന്ന് പറയുന്നത്. അതിങ്ങനെ റോൾ ചെയ്ത് ഇവിടെ എത്തി. അതായത് ഇവിടെ ഈ ഒരു സർക്കിളിന്റെ ആ പോർഷൻ എത്രത്തോളം ഇവിടെ മൂവ് ചെയ്തിട്ടുണ്ടോ, അതായത് ഈ കർവ് എത്രത്തോളം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടോ അത്ര തന്നെയായിരിക്കില്ല ഇവിടെ മൂവ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പോൾ ഈ കർവ് എത്രയാണോ, ഈ കർവിന്റെ ലെങ്ത് എത്രയാണോ അത്രയായിരിക്കും നമ്മളുടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മൂവ് ചെയ്തിരിക്കുന്ന കർവിന്റെ ലെങ്ത് എത്രയാണോ അത്രയായിരിക്കും നമ്മളിവിടെ മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റിനെ നമുക്ക് എം കൊണ്ട് ഡിനോട്ട് ചെയ്യാവേ. ടി ആംഗിളിലാണല്ലോ മൂവ് ചെയ്യണമെന്ന് പറയണത്, ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ടി ആംഗിളിൽ, അപ്പൊ ഈ ഒരു പോയിന്റ് ഇവിടെയായിരുന്നു ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്തത്. അതായത് ഇത്രയും ആംഗിൾ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഈ ആർക്ക് ലെങ്ത്, ഈ ആർക്ക് എം പി എന്ന് പറഞ്ഞിട്ടുള്ള ആർക്ക് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എം പി എന്ന് പറഞ്ഞിട്ടുള്ള ആർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2πr അല്ലേ. നമ്മളിവിടെ എപ്പോഴും റേഡിയൽ മെഷർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ 360ക്ക് പകരം 2π കൊടുക്കാം, ക്യാൻസൽ ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ടി ആണ്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോ ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 80 ആണ്. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആരാണ്, 80 ആണ്. OM ട്ടോ, OM വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 ആണ്. ഇനി നമുക്ക് ഇവിടെ ഇപ്പോ ഇങ്ങനെ നമ്മൾ നേരെ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും കൂടി നമുക്ക് കിട്ടിയാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെന്ററിൽ നിന്നും ഇങ്ങോട്ടൊരു പോയിന്റ് വരയ്ക്കണം. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ നമുക്ക് N എന്ന് ഡിനോട്ട് ചെയ്യാം, സെന്റർ ആംഗിൾ. ഓക്കെ, ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ദിസ് പോയിന്റ് ബി സി. ഓക്കെ, ഈ സിയുടെ കോർഡിനേറ്റ് എന്താ, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് 80 ആണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ എന്ന് പറയുമ്പോൾ റേഡിയസ് ആയി, കാരണം എ അല്ലേ. അപ്പോ നമ്മുടെ സർക്കിളിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് 80, A ആണ് കോർഡിനേറ്റ് വരുന്നത്, സെന്റർ കോർഡിനേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് CN അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ലെങ്തിനെ തീറ്റ കൊണ്ട്, ഈ ഒരു ആംഗിളിനെ തീറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ കോസ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. നമുക്ക് CN ആണ് വേണ്ടത് അല്ലേ. അപ്പൊ നമ്മള് കോസ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടീനിയസ് എന്ന് പറയുന്നത് ഇവിടെ CP ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് CN അല്ലേ കിട്ടേണ്ടത്. CN ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു CP എന്ന് പറയുന്നത് A. അതായത് CN എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, A കോസ് തീറ്റ എന്നുള്ളത് കിട്ടി. CN എന്ന് പറയുന്നത് A കോസ് തീറ്റ എന്നുള്ളത് കിട്ടി. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, A കോസ് തീറ്റ ആണ്. OM എന്ന് പറയുന്നത് 80, CN എന്ന് പറയുന്നത് A കോസ് തീറ്റ കിട്ടി. അപ്പൊ നമ്മളുടെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്താവും, 80 പ്ലസ് A കോസ് തീറ്റ. അപ്പൊ നമ്മൾക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടിയത് 80 പ്ലസ് A കോസ് തീറ്റയാണ് നമുക്ക് എക്സ് കോർഡിനേറ്റ് ആയിട്ട് കിട്ടിയത്. നമുക്ക് എഴുതിയിരിക്കാം 80 പ്ലസ് A കോസ് തീറ്റ.
ഇനി നെക്സ്റ്റ് നമുക്ക് y കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. y എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതില് ഇവിടം തൊട്ട് ഇവിടം വരെ a ആണെന്ന് നമുക്കറിയാം. ഈ ഡിസ്റ്റൻസ് a ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ കിട്ടിയാൽ മതി. pn നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ pn ഡിവൈഡഡ് ബൈ സി പി എന്ന് വരും. pn ഈക്വൽ ടു സി പി എന്ന് പറയുന്നത് a ആണ്. അപ്പൊ a സൈൻ തീറ്റ എന്നുള്ളത് കിട്ടും. pn എന്ന് പറയുന്നത് a സൈൻ തീറ്റ. ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എം സി എന്ന് പറയുന്നത് a ആണ്. pn എന്ന് പറയുന്നത് a സൈൻ തീറ്റ ആണ്. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുത്തെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? a പ്ലസ് a സൈൻ തീറ്റ എന്നുള്ളതും കിട്ടും. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ y കോർഡിനേറ്റ് എന്ത് കിട്ടി? a പ്ലസ് a സൈൻ തീറ്റ, a പ്ലസ് a സൈൻ തീറ്റ എന്നുള്ളത് കിട്ടും. അപ്പൊ നമ്മളുടെ ഈ പി ട്രേസ് ചെയ്യണേന്റെ ആ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും എന്താ കിട്ടിയത്? എക്സ് ഈക്വൽ ടു എ ടി പ്ലസ് എ കോസ് തീറ്റ, y ഈക്വൽ ടു എ പ്ലസ് എ സൈൻ തീറ്റ. ഇതാണ് നമ്മളുടെ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും. നമുക്കിപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്ന എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആംഗിൾ ടിയും വരുന്നുണ്ട്, ടിയും വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കതിനെ ടിയുടെ ടേംസിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ ആണ് ടി, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ ആണ് തീറ്റ അല്ലെ. ഇത് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഈ മൊത്തത്തിലുള്ള ആംഗിൾ ടി പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി പ്ലസ് തീറ്റ എന്ന് പറയുന്നത് 3π/2 ആണ് അല്ലെ. അതായത് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആരാ? തീറ്റ ഈക്വൽ ടു 3π/2 മൈനസ് ടി. തീറ്റ എന്ന് പറയുന്നത് 3π/2 മൈനസ് ടി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കോസ് തീറ്റ എന്താണ്? ഇവിടെ നമുക്ക് കോസ് തീറ്റയാണ് സൈൻ തീറ്റേനെ മാറ്റി എഴുതാം. അപ്പൊ കോസ് തീറ്റ എന്താണ്, സൈൻ തീറ്റ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു കോസ് 3π/2 മൈനസ് ടി. ഇത് π/2ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് കോസ് π/2ന്റെ മൾട്ടിപ്പിൾ മൈനസ് ടി എന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ മൈനസ് സൈൻ ടി വരും. ദെൻ സൈൻ തീറ്റ എന്ന് വരുമ്പോൾ സൈൻ 3π/2 മൈനസ് ടി ഈക്വൽ ടു കോസ് മൈനസ് കോസ് ടി എന്നുള്ളത് വരും. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ആക്ച്വലി എക്സ് എന്ന് പറയുന്നത് എന്തായി? എക്സ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. എ ഇൻറ്റു ടി പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? മൈനസ് സൈൻ ടി. അപ്പൊ ടി മൈനസ് സൈൻ ടി വരും. അതായത് നമ്മുടെ എക്സ് കോർഡിനേറ്റ്. ഇനി y എന്ന് പറയണതോ, ഇതിൽ നിന്നും എ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാല് 1 പ്ലസ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് ടി ആണ്. അപ്പൊ 1 മൈനസ് കോസ് ടി. അപ്പൊ ഇപ്പൊ നമ്മളുടെ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും എന്താണ്? എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് സൈൻ ടി, y ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് ടി. ഇതാണ് നമ്മളുടെ പാരാമെട്രിക് ഇക്വേഷൻ. നമുക്കപ്പോ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് സൈൻ ടിയും y ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് ടി. ഇനി ടിയുടെ വേരിയേഷൻ എങ്ങനെയാ? ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇതാണ് നമ്മളുടെ സൈക്ലോയിഡിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഇനി നമുക്ക് കേർവ് ട്രേസ് ഔട്ട് ചെയ്യണല്ലോ. അപ്പൊ കേർവ് എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? നമ്മൾ സാധാരണ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടുത്തെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ആരാണ്? ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0ല് നമ്മളുടെ പോയിന്റ് എന്താ വരിക? 0 മൈനസ് സൈൻ 0, അതായത് 0 വരും. y എന്ന് പറയണതോ a ഇൻറ്റു 1 മൈനസ് 1 വിച്ച് വിൽ ബി ഓൾസോ 0. അപ്പൊ ടി ഈക്വൽ ടു 0ല് അതായത് നമ്മളുടെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിനിലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈനൽ എവിടെയാണ് അത് എവിടെ എത്താന്നുള്ളത് നോക്കാം. ടി ഈക്വൽ ടു 2π എങ്ങനെയാന്നുള്ളത് നോക്കാം.
അപ്പൊ a ഇൻറ്റു 2π മൈനസ് സൈൻ 2π ആണ്. അപ്പോ 2π മൈനസ് സൈൻ 2π, സൈൻ 2π എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ 2πa. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2πaയും y എന്ന് പറയുന്നത് a ഇൻറ്റു 1 മൈനസ് കോസ് 2π. കോസ് 2π എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ a ഇൻറ്റു 1 മൈനസ് 1 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. ഓക്കെ, അതായത് നമ്മുടെ ഈ വീല് ഒരു പ്രാവശ്യം ആ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നെക്സ്റ്റ് എക്സ് ആക്സിസുമേ ആ പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എക്സ് ആക്സിസുമേ നെക്സ്റ്റ് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത് വരുന്നത് 2πa, 0. അതായത് വീല് ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് വന്നപ്പോ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആ ഒരു പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് 2π ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 2πa ആണ്. അവിടെ വെച്ച് നിൽക്കണില്ല, വീല് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളതിപ്പോ ഡിനോട്ട് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയാണ് നമ്മളുടെ ട്രേസ് വരുന്നത് കേട്ടോ. പി എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ പി ഇപ്പൊ റൊട്ടേറ്റ് ചെയ്ത് പോയത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു 2π റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് 2πa ആണ്. ഇവിടെ നിന്നും അങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തു പോകും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ജിയോജിബ്രയിൽ എങ്ങനെയാണ് നമുക്ക് റോൾ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ വീല് എന്ന് കരുതാം. ഇത് ഈ പോയിന്റിൽ നിൽക്കുകയാണ്. ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഇപ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൻ്റെ പാത്ത് വരണേന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഇതാ നമ്മുടെ വീല് റോൾ ചെയ്യാണ്. അപ്പോൾ ആ കർവ് ആ പാത്ത് ട്രേസ് ചെയ്ത് നോക്കുക. ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് മൂവ് ചെയ്ത് ഇതാ ഒരു പ്രാവശ്യം വീല് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. 2πയിൽ റൊട്ടേറ്റ് ചെയ്ത് എത്തി. ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. ഒരു പ്രാവശ്യം 2π ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പാത്ത് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്തു.